ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാ റിയാക്ട് ഡെവലപ്പേഴ്സും മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിസൈൻ പാറ്റേണിനെ കുറിച്ചാണ്. അതിനു മുന്നേ നമ്മൾ എന്താണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് നോക്കാം. ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ കോമൺ ആയിട്ട് വരുന്ന ചില ഡിസൈൻ ഇഷ്യൂസ് ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീയൂസബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രൂവൺ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസിനെയാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതൊരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. സോ ഒരു ഒപ്റ്റിമൽ ഡെവലപ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റൈനബിലിറ്റി ഒക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സൊല്യൂഷൻസ്. ഇനി റിയാക്ടിലേക്ക് വരുമ്പം ഇവിടെ ഒരുപാട് ഡിസൈൻ പാറ്റേൺസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9 ഡിസൈൻ പാറ്റേൺ ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ, അതായത് കോമ്പോണന്റ് ഡിസൈൻ പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ, എന്താണ് ഇതിന്റെ യൂസ് കേസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡിസൈൻ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒന്നും കൂടി ഡെപ്ത് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസൈൻ പാറ്റേൺ ഒന്നും യൂസ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്ത ഒരു നോർമൽ കോമ്പോണന്റ് ഫസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു ടാബ് കോമ്പോണന്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോമ്പോണന്റ് ഞാൻ മാനുവലി ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ ടാബ് കോമ്പോണന്റ് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ലൈബ്രറി യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ജേക്വറിയോ അല്ലെങ്കിൽ റിയാക്ടിലെ മെറ്റീരിയൽ UI ടേൽവിൻ സേവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതെ മാനുവലി ആണ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ സ്റ്റൈലെല്ലാം. അപ്പൊ ഇവിടെ ഈ കോഡിൽ ചെക്ക് ചെയ്താൽ ടാബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫാൾട്ട് വാല്യൂ 0 ആണ് പാസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ആക്റ്റീവ് ടാബ് എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് ആയിട്ടുള്ള സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആണ്. അതായത് ഞാൻ ഇന്റർഫേസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ടാബ് കോമ്പോണന്റ്. അപ്പൊ ഈ ടാബ് കോമ്പോണന്റിൽ ഇവിടെ നമ്മൾ 3 ടാബാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ടാബും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രീവിയസ് ടാബിന്റെ ഒരു കണ്ടന്റ് ഹൈഡ് ആയിട്ട് ക്ലിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ടാബ് ആക്റ്റീവ് ആകും. അതേപോലെ അതിന്റെ കണ്ടന്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ JXS പോർഷനിലേക്ക്, അപ്പോൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു ന്യൂമറിക് പ്രോപ്പർട്ടിയാണ്. ഈ ന്യൂമറിക് പ്രോപ്പർട്ടിയിൽ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടാബിന്റെ ഇൻഡെക്സ് ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്റ്റീവ് ടാബിൽ സെറ്റ് ആവുന്നത്. അതായത് ഫസ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ 0 ആയിരിക്കും ഇതിന്റെ വാല്യൂ. സെക്കൻഡ് ടാബിലേക്ക് വരുമ്പോൾ അത് 1ലേക്ക് റീസെറ്റ് ആവും. തേർഡ് ടാബിലേക്ക് പോകുമ്പോൾ 2ലേക്ക്. അപ്പൊ ക്ലിക്ക് ചെയ്യുന്ന ടാബിന്റെ ഇൻഡെക്സ് ആണ് ഈ ഒരു ആക്റ്റീവ് ടാബിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്റെ JXS കാണിക്കാം. മെയിൻ ആയിട്ട് ഇതിന് 2 പോർഷൻ ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. ഒന്ന് ടാബ് ഹെഡർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, പിന്നെ ആ ഓരോ ടാബിന്റെയും കറസ്പോണ്ടിങ് കണ്ടന്റും എടുത്തു വെച്ചിട്ടുണ്ടാവും അല്ലെ. ആദ്യം ടാബ് ഹെഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവിഷന്റെ അകത്ത് ഓരോ ടാബും അതിന്റെ ഹെഡിങ് ഓരോ ബട്ടൺ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബട്ടന്റെ അകത്ത് ഒരു ക്ലാസും അതുപോലെ അതിന്റെ ഓൺ ക്ലിക്ക് ഇവന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാബിന്റെ ലേബിൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ബട്ടൺ ലേബിൾ ടാബിന്റെ ആ ഒരു ഹെഡർ കണ്ടന്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് നെയിമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ആക്റ്റീവ് ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്? കണ്ടീഷണലി ആണ് ഇത് ആഡ് ചെയ്യുന്നത്. ഈ ഒരു നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ആക്റ്റീവ് ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഈ ഒരു ടാബിന്റെ ഇൻഡെക്സ് ആണെങ്കിൽ എന്താവും? അതിൽ ആക്റ്റീവ് ക്ലാസ് ആഡ് ആവും, അല്ലെങ്കിൽ ആ ക്ലാസ് ഇതിൽ നിന്ന് റിമൂവ് ആവും. അതേപോലെ ക്ലിക്ക് ചെയ്യുമ്പം ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ഒരു കോമൺ ഫംഗ്ഷൻ ആണ്. അതിലേക്ക് ആ ടാബിന്റെ ഇൻഡെക്സ് ആണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ആക്റ്റീവ് ടാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ വാല്യൂ സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ടാബ് 1ഉം ടാബ് 2ഉം, അതായത് ടാബ് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ടാബിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ ഒരു ടാബിലേക്കായിരിക്കും ആക്റ്റീവ് സെറ്റ് ആവുന്നത്. അപ്പൊ പ്രീവിയസ് 2 ടാബിനും ഈ ഒരു ക്ലാസ് ഉണ്ടാവില്ല. അതേപോലെ ഇതിനെ ക്ലിക്ക് ചെയ്ത സമയത്ത് ആക്റ്റീവ് ടാബിന്റെ വാല്യൂ 2 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ എന്താവും? ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ക്ലാസ് അതിലേക്ക് ആഡ് ആവും. ഇതേ കോൺസെപ്റ്റിൽ തന്നെയാണ് ടാബിന്റെ കണ്ടന്റും ചെയ്തിരിക്കുന്നത്. ടാബ് പാനൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ഡിവിഷന്റെ അകത്ത് ഈ ആക്റ്റീവ് ടാബിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഡിവിഷനും റെൻഡർ ചെയ്യുന്നത്. അതായത് അറ്റ് ടൈമിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ടാബ് 1 ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആക്റ്റീവ് ടാബിന്റെ വാല്യൂ 0 ആയിരിക്കും. അതിന്റെ ഹെഡിങ് ആക്റ്റീവ് ആവും, അതേപോലെ അതിന്റെ കണ്ടന്റും ഡിസ്പ്ലേ ചെയ്യും. ആ സമയത്ത് ബാക്കി 2 ടാബിന്റെ കണ്ടന്റും ഹിഡൻ ആയിരിക്കും. അതായത് അത് ഡിസ്പ്ലേ ചെയ്യില്ല. അറ്റ് ടൈമിൽ ഒരു ടാബും അതിന്റെ കണ്ടന്റും ആയിരിക്കുമല്ലോ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ സെക്കൻഡ് ടാബാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് ടാബും അതിന്റെ നെക്സ്റ്റ് ടാബും ഹിഡൻ ആയിരിക്കും. ഇതിന്റെ കണ്ടന്റും അതിന്റെ ടാബും ആക്റ്റീവ് ആവും. ഇതാണ് നമ്മുടെ ഒരു ജനറൽ, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് അല്ലേ, ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കോമ്പോണന്റ് ആണ്. അതുപോലെ ഇത് ഫംഗ്ഷണൽ ആണ്. ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ടാബ് സ്വിച്ചിങ്ങും ഒക്കെ ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാബ് ക്ലിക്ക് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ
എന്താണ് ഇതിന്റെ കോർ ഇഷ്യൂ എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഒരു കോണ്ടന്റ് എടുക്കുക എന്ന് വിചാരിച്ചു. ഈ ഒരു കോഡ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലേ. ഇവിടെ കോഡ് റീയൂസബിലിറ്റി എന്നൊരു കാര്യമേ ഇവിടെ വർക്കാവില്ല. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഏറ്റവും ബേസിക് കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റി ആണ്. ഇവിടെ ലാക്ക് ഓഫ് കോഡ് റീയൂസബിലിറ്റി ആണ്. റീസൺ എന്താ, നമുക്ക് ഇത് ഈ കോഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതായത് നമ്മളിവിടെ ടാബ് ഹെഡേഴ്സ് ആണെങ്കിലും ടാബിന്റെ കണ്ടന്റ് ആണെങ്കിലും ഈ കോമ്പോണന്റിന്റെ ഉള്ളിൽ ഡയറക്ട്ലി ഹാർഡ് കോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു റിക്വയർമെന്റ് വരുവാണ്, ഈ ഏറ്റവും ബേസിക് ആയിട്ട് ഈ ടാബിന്റെ ഹെഡർ ലേബൽ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുമ്പം ഈ എക്സിസ്റ്റിംഗ് കോമ്പോണന്റിനെ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യാൻ പോകണം. അപ്പൊ റീയൂസബിലിറ്റി, അപ്പൊ സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ റീയൂസബിലിറ്റിയും റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇപ്പോ നമ്മളൊരു യൂസർ ഇന്റർഫേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടാബ് ഒന്നും ആയിരിക്കില്ല, ഇതേപോലെ വേറൊരു സെറ്റ് ടാബ് നമുക്ക് വേണമെന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ ഈ ടാബ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഇതേപോലെ വേറൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഹെഡറും ഡിവിഷനും എല്ലാം സെറ്റ് ചെയ്യാൻ പോകണം. എഗെയിൻ കോഡ് റീയൂസബിലിറ്റി ഇവിടെ വർക്ക് ആവില്ല. ഇനി രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കേലബിലിറ്റി ആണ്. അതായത് നമുക്കിപ്പോ ഒരു 10 ടാബ് ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ വന്ന് ഈ 10 ടാബിന്റെ ഹെഡറും അതായത് ബട്ടൺസും അതിന്റെ ഡിവിഷനും ആഡ് ചെയ്യണം. ഇങ്ങനെ ഡിസൈൻ ടാബിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിഡണ്ടന്റ് ആയിട്ട് കോഡ് വന്നുകൊണ്ടിരിക്കും. പ്രീവിയസ് വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കേസാണ്. കോഡ് റിഡൻഡൻസി വരുന്ന സമയത്ത് എന്താവും, മെയിൻറ്റൈനബിലിറ്റി ഡിഫിക്കൽട്ട് ആയിട്ട് വരും, റീയൂസബിലിറ്റിയും ഡിഫിക്കൽട്ട് ആണ്. വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോഡിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, ഇതിന്റെ യൂസർ ഇന്റർഫേസും അതുപോലെ തന്നെ ഇതിന്റെ ലോജിക്കും ഈ ഒരു സെയിം കോമ്പോണന്റിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ക്ലിക്ക് ഇവന്റ് ആണെങ്കിലും സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണെങ്കിലും യൂസർ ഇന്റർഫേസും ടാബ് കോമ്പോണന്റ് സെറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഈ സെയിം കോമ്പോണന്റിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ച് വരുവാണെന്ന് വിചാരിച്ചു, നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ടാബിന് നമുക്കൊരു ആനിമേഷൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടീഷണലി റെൻഡർ ചെയ്യണം. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കോർ ലോജിക്കിനെ മോഡിഫൈ ചെയ്യാതെ ഈ ഒരു കോമ്പോണന്റ് എഴുതണം എന്നുണ്ടെങ്കിൽ അതും ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോഡിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ഡാറ്റ സപ്പോർട്ട് ആണ്. അതിവിടെ വർക്ക് ആവില്ല എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇൻ കേസ് നമുക്ക് സാധാരണ ഒരു റിയൽ പ്രൊജക്റ്റിലൊക്കെ ആണെങ്കിൽ APIs ഒക്കെ ആയിരിക്കും അല്ലെ ടാബിന്റെ കണ്ടന്റ് എടുത്തിട്ട് വന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ ടാബ് ക്ലിക്ക് ചെയ്ത സമയത്തും ഓരോ API റിക്വസ്റ്റ് പോയിട്ടായിരിക്കും ചില കേസിൽ ഈ ഒരു ടാബ് കണ്ടന്റ് എടുത്തിട്ട് വന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതും നമ്മുടെ കേസിൽ എന്താവില്ല, പോസിബിൾ അല്ല. ഡൈനാമിക് ആയിട്ട് ഈ ഒരു ടാബ് കണ്ടന്റ് കൊടുക്കുക എന്ന് പറയുന്നതും ഇവിടെ വർക്ക് ആവില്ല. ഇപ്പം നമ്മളിപ്പോ ഫേസ്ബുക്ക് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് അവിടെ യൂസർ സ്പെസിഫിക് ആയിരിക്കും, അതുപോലെ ടൈം ടു ടൈം ചിലപ്പോൾ ഡാറ്റ മാറിക്കൊണ്ടിരിക്കും. ഒരു ഡൈനാമിക് കണ്ടന്റും ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതെല്ലാം ഈ ഒരു കോഡിന്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതായത് നമ്മളൊരു സ്റ്റാറ്റിക് കോഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെ സ്കെയിലബിലിറ്റി കുറവാണ്, റീയൂസബിലിറ്റി ഇവിടെ വർക്കാവില്ല. ഈ ഇഷ്യൂസിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒരു കോമ്പോണന്റ് ഡിസൈൻ പാറ്റേൺ ത്രൂ ഓവർകം ചെയ്യാം. അപ്പൊ ഞാൻ ഡിസൈൻ പാറ്റേണിന്റെ ഒരു ഡെഫിനേഷനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടൊരു കോമൺ ആയിട്ടൊരു ഇഷ്യൂസ് ഉണ്ടാവും നമ്മുടെ ഇതുപോലെ സോഫ്റ്റ്വെയർ ഡിസൈനിൽ. അതിന് നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അതാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡൈനാമിക് ഡാറ്റ സപ്പോർട്ട്, സ്കെയിലബിലിറ്റി, റീയൂസബിലിറ്റി, ഈ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. ഇനി ഒരു കോമ്പോണന്റ് ഡിസൈൻ പാറ്റേണിന്റെ ഒരു ഡെഫിനിഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റീയൂസബിൾ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിക്ലറേറ്റീവ് കോമ്പോണന്റ്സിനെ ക്രിയേറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ. അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ട പോലെയുള്ള കോംപ്ലക്സ് ഡിസൈൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോളർ സബ് കോമ്പോണന്റ്സ് ആക്കും. ഈ സ്മോളർ സബ് കോമ്പോണന്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ സോളിഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ. അപ്പൊ ഓരോ കോമ്പോണന്റിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ റിക്വയർമെന്റ് ഉണ്ടാവും. അവിടെ ഇതൊരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പാരന്റ് ആയിരിക്കും ഡാറ്റാസിനെയും സ്റ്റേറ്റ്സിനെയും ഒക്കെ മാനേജ് ചെയ്യുന്നത്, ചൈൽഡ് ഈ സ്റ്റേറ്റ്സിനെ കൺസ്യൂം ചെയ്ത് യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ എന്താണ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു യൂസർ ഇന്റർഫേസിന്റെയും അതുപോലെ തന്നെ ലോജിക്കും ടൈറ്റ്ലി കപ്പിൾഡ് ആണെന്നുള്ള ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ആവും. അതായത്
പാരന്റ് ഡാറ്റ പ്രൊവൈഡറും ചൈൽഡ് ഡാറ്റ കൺസ്യൂമറും ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ കോൺടെക്സ്റ്റ് API ഒക്കെ യൂസ് ചെയ്യാം. അത് ഞാൻ കോഡിംഗ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേണിന്റെ ഏറ്റവും ബേസിക് യൂസ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ചസോ യൂസർ ഇന്റർഫേസ് ചേഞ്ചസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ഇതിലേക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഈ റീയൂസബിലിറ്റി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ടാബ് കോമ്പോണന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഈ ഒരു യൂസർ ഇന്റർഫേസ് തന്നെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് കോഡ് എത്തുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കൊരു പാരന്റ് കോമ്പോണന്റും മൾട്ടിപ്പിൾ ചൈൽഡ് കോമ്പോണൻസ് ഉണ്ടാവും. ഈ പാരന്റ് കോമ്പോണൻസ് ആയിരിക്കും കോണ്ടെക്സ്റ്റും ലോജിക്കും സ്റ്റേറ്റ്സും ഒക്കെ ഇതിന്റെ ചൈൽഡിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കൺട്രോളർ ആയിട്ടാണ് ഈ ഒരു പാരന്റ് കോമ്പോണന്റ് വർക്ക് ചെയ്യുന്നത്. ഈ ചൈൽഡ് കോമ്പോണന്റ് പറഞ്ഞാൽ അത് പ്രസന്റേഷൻ ലെയറിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഈ ലോജിക്കും സ്റ്റേറ്റ്സിനെയും പാരന്റ് കോമ്പോണന്റ് ത്രൂ പാരന്റ് കോമ്പോണന്റിൽ നിന്ന് ഇപ്പൊ റിയാക്ടിന്റെ കോണ്ടെക്സ്റ്റ് APIയോ അല്ലെങ്കിൽ പ്രോപ്സ് ഒക്കെ യൂസ് ചെയ്ത് അക്സസ് ചെയ്തിട്ട് ഡൈനാമിക്കലി എന്ത് ചെയ്യാം, ഡാറ്റ റെൻഡർ ചെയ്യാം. അതേപോലെ ഇപ്പൊ റെൻഡറിംഗിലായിരിക്കും ഒരു ചൈൽഡ് കോമ്പോണൻസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ഇതിനെ കമ്പോസ് ചെയ്യാം. അതായത് ഇപ്പൊ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ചിലപ്പോൾ നമുക്ക് 2 ടാബ് ആയിരിക്കും ഒരു യൂസർ ഇന്റർഫേസിൽ വേണ്ടത്, ചിലപ്പോൾ 10 ടാബ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഓർഡറിൽ ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിനെ റീയൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ ഡെഫിനിഷനെ ഒരു 3 പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ പോർഷനായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു എൻറ്റയർ കോംപ്ലക്സ് ആയിട്ടുള്ള ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്ന ആ ഒരു ടാബ് കോമ്പോണന്റിൽ തന്നെ എല്ലാം ചെയ്യുന്നതിന് പകരം ഈ ഒരു ഇന്റർഫേസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു സബ് കോമ്പോണൻസ് ആയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള സബ് കോമ്പോണൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക? ടാബ് ഹെഡറും ടാബ് കണ്ടന്റും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടാബ് ഹെഡറിനെയും ടാബ് കണ്ടന്റിനെയും സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് ഓരോ റാപ്പർ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ടാബ് കോമ്പോണന്റ്സിന്റെ ഹെഡേഴ്സ് എല്ലാം കൂടെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡർ റാപ്പർ കോമ്പോണന്റും അതിന്റെ കണ്ടന്റ് എല്ലാം കൂടെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടാബ് 1ഉം ടാബ് 2ഉം ടാബ് 3ഉം കൂടെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പോണന്റും, അതേപോലെ ഈ കണ്ടന്റ് ഓഫ് ടാബ് 1, കണ്ടന്റ് ഫോർ ടാബ് 2, കണ്ടന്റ് ഫോർ ടാബ് 3 ഇതെല്ലാം കൂടെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പോണന്റും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് 4 സബ് കോമ്പോണന്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹെഡറിന്റെ റാപ്പർ കോമ്പോണൻസും ഹെഡർ എല്ലാം കൂടെ വരുന്ന ഒരു സ്പ്ലിറ്റ് ചെയ്ത ഒരു സബ് കോമ്പോണന്റും, അതുപോലെ കണ്ടന്റിന്റെ റാപ്പർ കോമ്പോണന്റും കണ്ടന്റിന്റെ എല്ലാം കൂടെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ കണ്ടന്റിന്റെ ഒരു കോമ്പോണന്റും, 4 സബ് കോമ്പോണന്റ്. ഇനി നമ്മളിപ്പോ പറഞ്ഞത് അതിന്റെ പ്രസന്റേഷൻ ലെയർ ആണ്, അതായത് എങ്ങനെയാണ് ഇത് റെൻഡർ ചെയ്യുന്നത് എന്നാണ്. ഇനി ഇപ്പോ ഓരോ കോമ്പോണന്റിനും നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റേറ്റ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട്, അതായത് ലോജിക്കൽ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ലോജിക്കൽ ഇംപ്ലിമെന്റേഷൻ, അതായത് സ്റ്റേറ്റ് മാനേജ്മെന്റും അതുപോലെ ഇതിന്റെ ക്ലിക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇതിന്റെ പാരന്റിലായിരിക്കും. ഓക്കെ, അപ്പൊ പാരന്റ് ആണ് ഇതിനൊരു ഈ ഒരു സ്റ്റേറ്റ് ഈ ചൈൽഡിന് കൊടുക്കുന്നത്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കോഡിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പാരന്റ് കോമ്പോണന്റും 4 ചൈൽഡ് കോമ്പോണന്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പാരന്റ് കോമ്പോണന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ടാബ്സ് ആണ് എന്റെ പാരന്റ് കോമ്പോണന്റ്. ഇവിടെ ഞാൻ ഡിസൈൻ റിലേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കോണ്ടെക്സ്റ്റ് APIന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോണ്ടെക്സ്റ്റ് API അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അഡ്വാൻസ്ഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോണ്ടെക്സ്റ്റ് API ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ റിയാക്ടിന്റെ ട്യൂട്ടോറിയൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ ഞാൻ കോണ്ടെക്സ്റ്റ് API ട്രഡീഷണൽ മെത്തേഡിലും അതുപോലെ തന്നെ യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് യൂസ് ചെയ്തിട്ടും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഒരു ടാബ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് നമുക്കറിയാലോ, അതൊരു പ്രൊവൈഡർ ഒബ്ജക്റ്റും കൺസ്യൂമർ ഒബ്ജക്റ്റും ഉണ്ട്. അതായത് പ്രോബ് ഡ്രില്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ കോമ്പോണന്റ് ട്രീ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പോണന്റ് ട്രീയിൽ ഒരു 10-20 ലെയർ ഉള്ള ഒരു കോമ്പോണന്റ് ട്രീ ആണ്, 20 ലെയർ ഉള്ള ഒരു കോമ്പോണന്റ് ട്രീ ആണെന്ന് വിചാരിച്ചു. ലെയർ എന്ന് പറയുന്നത് ഇപ്പൊ app.jx ഒരു ലെയർ, അത് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് നാവിഗേറ്റ് ചെയ്യുന്ന പോകുന്ന ഇപ്പൊ ടാബിന്റെ കോമ്പോണന്റ് വേറൊരു ലെയർ, പിന്നെ അവിടുന്ന് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് വേറൊരു ലെയർ, അതിന് മൾട്ടിപ്പിൾ ലെയർ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എല്ലാ ലെയറിലേക്കും പ്രോപ്പർട്ടീസ് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഒരു കോണ്ടെക്സ്റ്റ് API യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി
ഏത് കോമ്പോണന്റിനാണോ ഈ ഷെയർഡ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റിന്റെ ആവശ്യമുള്ളത് അവിടെ ആ കോമ്പോണന്റിന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോണ്ടെക്സ്റ്റ് API പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റ് APIന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ആക്റ്റീവ് ടാബും എന്ത് ചെയ്തു, എന്റെ ചൈൽഡ് കോമ്പോണൻസിലേക്ക് ഈ ടാബ് കോണ്ടെക്സ്റ്റിന്റെ അകത്ത് വരുന്ന എല്ലാ ചൈൽഡ് കോമ്പോണൻസിനും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ എന്റെ പ്രൊവൈഡർ കോമ്പോണന്റിന് യൂസ് ചെയ്തിട്ട് ഇനി ഇതിന്റെ അകത്ത് വരുന്ന ചൈൽഡ് കോമ്പോണൻസിനെല്ലാം ഈ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആയിരിക്കും, അതായത് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ട് ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ടാബ് ഡോട്ട് JXS, ഇതാണ് നമ്മുടെ പാരന്റ് കോമ്പോണന്റ്. ഞാൻ പറഞ്ഞു നമ്മൾ സ്പ്ലിറ്റിംഗ് കഴിഞ്ഞു, ഹെഡറും കണ്ടന്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ പാരന്റിനെ ക്രിയേറ്റ് ചെയ്തു. പാരന്റ് ആണ് സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതും ലോജിക്സ്, അതായത് ബട്ടൺ ക്ലിക്കിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും. ഇനി പാരന്റ് കോമ്പോണന്റിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ എവിടേക്കാ പോകേണ്ടത്, അതിന്റെ ടാബ് ഹെഡറിലേക്കായിരിക്കും അല്ലെ. ഇനി ടാബ് ഹെഡറിന് ഞാൻ രണ്ട് പാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹെഡേഴ്സ് എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ വന്നു വീഴുന്നത് ഈ ഒരു ടാബ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റിന്റെ ഉള്ളിലായിരിക്കും. അതായത് ഇതിന്റെ അകത്തൊന്നുമില്ല, ഇതിന്റെ അകത്ത് അതായത് ടാബ്സിന്ന് നമ്മൾ ഇങ്ങോട്ട് നേരെ പോകുന്നത് ടാബ് ലിസ്റ്റിലേക്കാണ് പോകുന്നത്. ടാബ് ലിസ്റ്റിന്റെ അകത്താണ് ഹെഡേഴ്സിനെ നമ്മൾ ഇതിന്റെ അകത്തായിരിക്കും. ഇതിന്റെ അകത്ത് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചൈൽഡ് കോമ്പോണന്റിനെ വിളിക്കുന്നുണ്ട്. ഈ ഓരോ ചൈൽഡ് കോമ്പോണന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ടാബ്സിന്റെ ചൈൽഡ് കോമ്പോണന്റ് എന്ന് പറയുന്നത് ഈ ടാബ് ലിസ്റ്റ് ആണ് ഒരു ചൈൽഡ് കോമ്പോണന്റ്. അത് രണ്ടാമത്തെ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ടാബ്സിന്ന് ടാബിന്റെ ഹെഡിങ്ങിന്റെ ആ ഒരു റാപ്പർ കോമ്പോണന്റിലേക്ക് വന്നു. ഇതൊരു റാപ്പർ കോമ്പോണന്റ് ആണ്. ഇതിന്റെ അകത്ത് ഓരോ ഹെഡിങ് നമ്മളിങ്ങനെ അലൈൻ ചെയ്ത് വെക്കും. അപ്പൊ ഓരോ ഹെഡിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഓരോ ബട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു ഡിവിഷന്റെ ഉള്ളിലായിരിക്കും ഇപ്പൊ നമുക്ക് 3 ടാബ് ആവണമെങ്കിൽ 3 ബട്ടൺ 3 ടാബ് ഹെഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ 3 ഹെഡിങ്ങിനെയും ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇതിന്റെ അകത്തുനിന്ന് ഓരോ ടാബ് കോമ്പോണന്റിന്റെ ഡിസൈനിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ നേരത്തെ ആ പാസ് ചെയ്തിരിക്കുന്ന ആ ഒരു ടാബ് കോണ്ടെക്സ്റ്റ് അല്ലേ, അതിനെ കൺസ്യൂം ചെയ്യുന്നത്, യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്നത്. അവിടെ ആക്റ്റീവ് ടാബ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പ്രോപ്പർട്ടിനെയും സെറ്റ് ടാബിനെയും ഉണ്ടാവും. അതായത് നമുക്കറിയാലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ കറന്റ് ടാബിന് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കും. അല്ല ഇനി വേറൊരു ടാബിന്റെ ഹെഡറാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് ഈ ഒരു ക്ലാസ് റീസെറ്റ് ആയി പോകണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്റ്റീവ് ടാബിനെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ കണ്ട സെയിം കോൺസെപ്റ്റ് തന്നെ. അതായത് ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നടക്കണം, ഇതൊരു ആക്റ്റീവ് ക്ലാസ് ഇതിലേക്ക് ആഡ് ചെയ്യണം, അതിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ആക്റ്റീവ് ടാബിന്റെ വാല്യൂ ഈ ഒരു ടാബിന്റെ ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്യണം. നേരത്തെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന സെയിം കാര്യം തന്നെ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചൈൽഡ് കോമ്പോണന്റിലാണ് നടക്കുന്നത്. അപ്പോൾ ടാബ് കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്തു. ടാബ് കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിൽ ഈ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും അതിന്റെ ഫംഗ്ഷനും ഉണ്ട്. ക്ലാസ് ഇപ്പോൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ വാല്യൂ ഈ ടാബിന്റെ ഇൻഡെക്സ് ആണെങ്കിൽ ആക്റ്റീവ് ക്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ എംപ്റ്റി ഒബ്ജക്റ്റ് ആയിരിക്കും. അതുപോലെ ഓൺ ക്ലിക്ക് ഇവന്റിൽ സെറ്റ് എംപ്റ്റി ഒബ്ജക്റ്റ് അല്ല എംപ്റ്റി സ്ട്രിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഓൺ ക്ലിക്കിൽ സെറ്റ് ആക്റ്റീവ് ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്ത് ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുത്തു. സോ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ടാബിലാണ്. സെക്കൻഡ് ടാബിന്റെ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാബിന്റെ 1 ആയിരിക്കും ഇൻഡെക്സ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ആക്റ്റീവ് ടാബിന്റെ വാല്യൂ 1 ആവും. സോ 0th ടാബിൽ നിന്ന് ആക്റ്റീവ് ക്ലാസ് റിമൂവ് ആയി ഫസ്റ്റ് ടാബിലേക്ക് ആഡ് ആവും. ഇപ്പൊ ടാബിന്റെ ഹെഡർ കണ്ടെയ്നറും അതായത് ടാബ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ബട്ടൺസിനെ എല്ലാം കൂടെ ചേർത്ത് വെക്കുന്നത് ഈ ഒരു ടാബ് ലിസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഹെഡർ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടാബ്സിന്റെ രണ്ടാമത്തെ ചൈൽഡ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചൈൽഡ് കോമ്പോണന്റ് എന്ന് പറയുന്നത് ടാബ് പാനലാണ്. അതായത് ഹെഡിങ് മാത്രം പോരല്ലോ, ടാബിന് കണ്ടന്റും വേണമല്ലോ. നമ്മൾ രണ്ടാമത്തെ ആ ഒരു ചൈൽഡ് കോമ്പോണന്റ് സബ് കോമ്പോണന്റിലേക്ക് വന്നു. ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ആ ഒരു ഇൻഡിവിജ്വൽ ബട്ടൺ കോമ്പോണന്റിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ ആക്സസ് ചെയ്യും. ഇവിടെ ആക്റ്റീവ് നമ്മൾ നേരത്തെ ആ ഒരു എൻറ്റയർ കോഡ് ഒരു പേജിൽ എഴുതിയ ഒരു എക്സാമ്പിളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ കാണിച്ചു തരാം. അതായത് നമ്മൾ എല്ലാ ബട്ടണും കൂടെ ഒരു സ്ഥലത്ത് ചെയ്തു. അതുപോലെ തന്നെ ആക്റ്റീവ് ടാബിനെ ബേസ് ചെയ്തിട്ട് ഡിവിഷൻ ഡിസ്പ്ലേ ചെയ്യുന്നില്ലേ, അതേ കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആക്റ്റീവ് ടാബ് ഏതാണോ അപ്പൊ ഇതൊരു അറേ ആയിട്ടായിരിക്കും, മീൻസ് ഒരു ചിൽഡ്രൻ അറേ ആയിരിക്കും. അതിൽ നിന്ന് ആക്റ്റീവ് ടാബിനെ ആക്സസ് ചെയ്ത് അത് മാത്രം ഡിസ്പ്ലേ ചെയ്യും. എഗെയിൻ ഇതൊരു റാപ്പർ കോമ്പോണന്റ് ആണ്. ഇതിന്റെ അകത്ത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാനൽ കോമ്പോണന്റ് ഉണ്ടാവും. അതായത് ഓരോ ഇപ്പൊ ഞാൻ ഇന്റർഫേസ് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ
ഈ റാപ്പർ കോമ്പോണന്റിന്റെ ഉള്ളിലായിരിക്കും കണ്ടന്റ് ഫോർ ടാബ് 1, കണ്ടന്റ് ഫോർ ടാബ് 2, കണ്ടന്റ് ഫോർ ടാബ് 3 ഉണ്ടാവുക. ടാബ് 2 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടെയ്നറിന്റെ അകത്തുനിന്ന് ടാബ് 2ന്റെ ഡിവിഷനെ ആക്സസ് ചെയ്ത് ഡിസ്പ്ലേയും ബാക്കി രണ്ടെണ്ണം ഹിഡൻ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പാനൽസ്. അപ്പൊ പാനലിൽ അറ്റ് എ ടൈമിൽ ഏതെങ്കിലും ഒരു കോമ്പോണന്റ് ഉണ്ടാവുള്ളൂ. അത് ആക്റ്റീവ് ടാബ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത ടാബിന്റെ കണ്ടന്റ് ആയിരിക്കും ഈ പാനൽസിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഓരോ ഇൻഡിവിജ്വൽ പാനലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ സബ് കോമ്പോണന്റ് ഉള്ളത്. ഇവിടെ ഒന്നുമില്ല, ആ ഡിവിഷൻ നമ്മൾ നേരത്തെ ഒരു ചിൽഡ്രൻ കോമ്പോണന്റ് ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു കോമ്പോണന്റിന്റെ ഉള്ളിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇത്രയുമാണ് സബ് കോമ്പോണൻസ് ഉള്ളത്. ഇനി സബ് കോമ്പോണൻസിനെ എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സിംഗിൾ ടാബ് കോമ്പോണന്റ് ആവുന്നത്. അതാണ് app.jxs നടക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അതായത് നമ്മുടെ ടാബ്സ് പാരന്റ് കോമ്പോണന്റ്, അവിടെ നിന്നിട്ട് ടാബ് ലിസ്റ്റും ഉണ്ട്, ടാബ് പാനൽ ലിസ്റ്റും ഉണ്ട്. ടാബ് ലിസ്റ്റ് കണ്ടെയ്നർ ആണ്, റാപ്പർ ആണ്. അവിടുന്ന് ഓരോ ബട്ടന്റെയും കറസ്പോണ്ടിങ് കോമ്പോണന്റിനെ കോൾ ചെയ്യും. അതുപോലെ തന്നെ ടാബ് പാനൽസ് എന്ന് പറയുന്നതും റാപ്പർ ആണ്, ഓരോ ഇൻഡിവിജ്വൽ ഡിവിഷനെയും കോൾ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു എൻറ്റയർ ഡെഫിനിഷൻ ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, പാരന്റ് കോമ്പോണന്റ് ഡാറ്റാസും ലോജിക്സും പ്രൊവൈഡ് ചെയ്യും, അതിന്റെ കൺസ്യൂമർ കോമ്പോണൻസ് ചൈൽഡ് കോമ്പോണൻസ് ആക്സസ് ചെയ്ത് അതിനെ റെൻഡർ ചെയ്യും. അപ്പം ഇവിടെ ടാബ് ആണെങ്കിലും ടാബ് പാനൽ ആണെങ്കിലും റെൻഡർ ചെയ്യും. അതേപോലെ ടാബ്സ് ആയിരിക്കും ഇതിന്റെ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യുന്നത്. ഇത് കൺസ്യൂം ചെയ്യുവാണ്. ഇപ്പൊ ടാബ് ലിസ്റ്റിലാണെങ്കിലും ടാബ് പാനൽസിലാണെങ്കിലും ക്ലിക്ക് ചെയ്ത ഒരു ബട്ടണെ, അതായത് ആക്റ്റീവ് ടാബ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏത് പാനലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത്. ഇനി ഇതാണ് ഒരു കോമ്പോണന്റ് ഡിസൈൻ പാറ്റേൺ. അതായത് കോംപ്ലക്സ് ഡിസൈനിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, പാരന്റിനെയും ചിൽഡ്രനെയും ക്രിയേറ്റ് ചെയ്തു, ഇൻഡിവിജ്വൽ ചിൽഡ്രൻ റെൻഡർ ചെയ്യുന്നു, പാരന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു കോമ്പോണന്റ് ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ യൂസേജ്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജിലേക്ക് വരാം. അപ്പൊ ബേസിക് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. അതായത് കോഡ് റീയൂസബിൾ ആണ്. അതായത് എനിക്ക് ഇതുപോലെ ഒരു ടാബ് സെറ്റ് ഇനിയും ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കേസ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ കോമ്പോണൻസിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ച്, ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ ടാബിന്റെ കണ്ടന്റ് ടാബ് 1 വേണ്ട, യൂസറിനും അതുപോലെ തന്നെ അഡ്മിനും മതി എന്ന് വിചാരിച്ചു. അഡ്മിനും മതി. ഇനി ഈ മൂന്നാമത്തെ ടാബ് എനിക്ക് വേണ്ട, ഹെഡും വേണ്ട പാനലും വേണ്ട, എനിക്ക് 2 പാനൽ മതി. അതേപോലെ ഇവിടെ യൂസർ കണ്ടന്റ് അഡ്മിൻ കണ്ടന്റ്. നമുക്ക് ഇന്റർഫേസിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടാബ് വന്നിട്ടുണ്ട്, അഡ്മിൻ യൂസർ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മൾ പ്രീവിയസ് ഡിസൈൻ എടുത്ത് നോക്ക്, ഇത് മൊത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോമ്പോണന്റിനെ ഒന്നും കൂടെ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് എഴുതേണ്ട വരും. ഇത് ഫുള്ള് കോപ്പി ചെയ്യുക, വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക, ഇതുപോലെ ചെയ്യണം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ജനറൽ ആയിട്ട് കോമ്പോണൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ യൂസ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളിടത്തെല്ലാം ഇതുപോലെ യൂസ് ചെയ്യും. അതിന്റെ ഇപ്പൊ ഡൈനാമിക് ആയിട്ട് API എന്നാണ് കണ്ടന്റ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് ആ ചൈൽഡ് കോമ്പോണന്റിലേക്ക് പാസ് ചെയ്താൽ മതി. അപ്പൊ റീയൂസബിലിറ്റി ഏത് വിധത്തിൽ നോക്കിയാലും നമുക്ക് റീയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ലേബൽ ചേഞ്ചസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, ആനിമേഷണൽ ചേഞ്ചസ് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ചേഞ്ചസ്, ഡൈനാമിക് ആയി കണ്ടന്റ്. ഇനി സ്കെയിലബിലിറ്റിയിലേക്ക് വരിക. നമ്മളിവിടെ കോഡ് റിപ്പീറ്റ് ചെയ്യുന്നേ ഇല്ല. അതായത് 3 ടാബ് വേണ്ട സമയത്ത് നമ്മൾ 3 പ്രാവശ്യം ടാബ് കോമ്പോണന്റിനെ കോൾ ചെയ്തു. 2 ടാബ് വേണ്ട സമയത്ത് 2 പ്രാവശ്യം കോൾ ചെയ്തു. 10 പ്രാവശ്യം വേണ്ട സമയത്ത് 10 പ്രാവശ്യം നമ്മൾ കോൾ ആണ് ചെയ്യുന്നത്. അല്ലാതെ പോയിട്ട് ഈ ടാബിന്റെ കോഡിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുവല്ല. പക്ഷെ നമ്മൾ പഴയ കോഡിലേക്ക് പോയാലോ, നമുക്ക് 10 ടാബ് വേണമെങ്കിൽ 10 പ്രാവശ്യം ഈ ബട്ടണിനെയും 10 പ്രാവശ്യം ഈ ഡിവിഷനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കണ്ടന്റ് മാത്രം വേരി ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഓരോ ഇൻസ്റ്റൻസും ഓരോ ടാബായിട്ട് ക്രിയേറ്റ് ചെയ്തോളും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻക്യാപ്സുലേഷൻ ആണ്. അതായത് ബിസിനസ് ലോജിക്കും പ്രസന്റേഷണൽ ലോജിക്കും സെപ്പറേറ്റ് ചെയ്യും. അതായത് ഡിപ്പെൻഡൻസീസ് റെഡ്യൂസ് ചെയ്ത് രണ്ടും രണ്ടായിട്ടായിരിക്കും. നമുക്കിപ്പോ ഇന്റർഫേസിൽ വരുന്ന ചേഞ്ചസ് അതിന്റെ കറസ്പോണ്ടിങ് കോമ്പോണന്റിൽ പോയി ചേഞ്ച് ചെയ്യാം. ലോജിക്കിൽ വരുന്ന ചേഞ്ചസ് അതിന്റെ പാരന്റിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാം.
അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണല്ലേ, അതായത് ഈ ഒരു ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ചേഞ്ചസ് ആണെങ്കിലും ഈ ഫ്യൂച്ചറിൽ വരുന്ന ചേഞ്ചസ് ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് കോമ്പൗണ്ട് ഡിസൈൻ ബട്ടൺ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതുപോലെ ഈ കോഡ് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്